57ാമത് ബാങ്ക് ദേശസാൽക്കരണ വാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ജി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. 57ാമത് ബാങ്ക് ദേശസാൽക്കരണ വാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ ബോഡ്ജറ്റിക്ക് സമീപം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വാടക്കനാൽ ശാഖയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ജി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റെടുക്കുവാൻ പോകുന്നത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ പോലും ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന ബാങ്കിംഗ് സ്ഥാപനങ്ങളെ വിലക്കടിക്കുന്ന തരത്തിലേക്ക് അഥവാ വിലക്കെടുക്കുവാനുള്ള അവസരമൊരുക്കി കൊടുക്കുകയാണ്. ആരുടെ താല്പര്യങ്ങളാണ് ഇതുവഴി സംരക്ഷിക്കപ്പെടുന്നത്? ഒരു ജനായത്ത ഭരണകൂടത്തിന് കീഴിൽ സാധാരണ മനുഷ്യന്റെ ജീവിതാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നിലപാടുകളാണ് ഭരണകൂടം സ്വീകരിക്കേണ്ടത് എങ്കിൽ അതിൽ നിന്ന് വിഭിന്നമായി ലോകത്താകമാനം നടപ്പാക്കപ്പെടുന്ന സാർവത്രിക സ്വകാര്യവൽക്കരണ സമീപനത്തിന്റെ വക്താക്കളായി ഭരണകൂടം മാറിത്തീരുന്നതിന്റെ കെടുതി ഇന്ത്യയിലെ സാമ്പത്തിക മേഖലയും ഇന്ന് നേരിടാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് ദേശസാൽകൃത ബാങ്കുകളാണ്. ആ വരുമാനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഈ വമ്പന്മാരുടെ അഥവാ കോർപ്പറേറ്റുകളുടെ കൊടാനുകോടിയുടെ നിക്ഷേപത്തിന്റെയോ നിക്ഷേപത്തിന്റെയോ വായ്പാ പരിധിയുടെയോ ഭാഗമായിട്ടാണോ? അല്ല എന്നതാണ് യാഥാർത്ഥ്യം. നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ജെ ദേവരാജൻ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. SBI സ്റ്റാഫ് യൂണിയൻ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി C സുജിത് ചന്ദ്രൻ, SBI സ്റ്റാഫ് യൂണിയൻ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി R അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് ജില്ലാ സെക്രട്ടറി നീൽ ജോസഫ് യോഗത്തിന് സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് H ഹരീഷ് നന്ദിയും പറഞ്ഞു. പ്രതികൂല കാലാവസ്ഥയെ തരണം ചെയ്തും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വിവിധ ശാഖകളിൽ നിന്നുമായി 100ഓളം പേർ ദിനാചരണ പരിപാടിയിൽ സംബന്ധിച്ചു.